ഇതെന്നാ അമ്മച്ചിത്? കരിനെല്ലിക്ക. കരിനെല്ലിക്ക. ഇതിപ്പോൾ എന്നാ കാണിച്ചേ? അത് കരിനെല്ലിക്ക ഇട്ടതുപോലെ പറയണം. ഇട്ടതുപോലെ പറയാമെന്നോ? കേൾക്കട്ടെ. കരിനെല്ലിക്ക നെല്ലിക്ക മേടിച്ചു കൊണ്ടുവന്ന് കഴുകി വെള്ളം തോർത്തി വെള്ളം പുഴുങ്ങി മഞ്ഞളും കാന്താരിമുളകും കുരുമുളക് കാന്താരിമുളക് പിന്നെ കരിവേപ്പില പിന്നെ അത് പാകത്തിന് വെള്ളം നനക്ക വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങി മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങി. അപ്പോൾ ഓക്കെ പച്ച നെല്ലിക്ക കഴുകി കലത്തിലാക്കിയിട്ട് നിറച്ചും വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും കുരുമുളകും കറിവേപ്പിലയും കാന്താരിമുളകും ഇട്ട് പുഴുങ്ങി. ഓക്കെ. എന്നിട്ട് അത് വാഴയിലയും കൊണ്ട് മൂട്ടി കെട്ടി വെച്ചു. വാഴയിലയും കൊണ്ട് മൂട്ടി കെട്ടി വെച്ചു. ഓക്കെ. എന്നിട്ട് കനപ്പുറത്ത് പുഴുങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പിന്നെ തീ കത്തിക്കരുത്. പിന്നെ കനപ്പുറത്ത് വെച്ച് ഒരു 10-15 ദിവസം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, മറച്ചിടണം. കലം ഇങ്ങനെ വാഴയില തുറക്കരുത്. വാഴയിലക്കെട്ട് തുറക്കാതെ തന്നെ കലത്തെ പിടിച്ചിങ്ങനെ ഇളക്കണം. ഓക്കെ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 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 മറക്കണം. ഓക്കെ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ അടുപ്പിൽ കനപ്പുറത്ത് ദിവസം എടുത്ത് വെക്കണം. അത് പൂത്തുപാണ്ട്. ഓക്കെ. എന്നിട്ട് ഒരു 10-30 ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കറുത്ത് വരും, വെള്ളം പറ്റി ഇങ്ങനെ കറുത്ത കളറാവും കരിനെല്ലിക്ക. ഓക്കെ. എന്നിട്ട് അത് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ കടുക് ഉലുവ കായം ഇതൊക്കെ വെളിച്ചെണ്ണയിലിട്ട്. വെളിച്ചെണ്ണയാണോ നല്ലെണ്ണ? ഓക്കെ. ഇവിടെ ഇപ്പം ഇന്ന് എടുത്തത് പകുതി നല്ലെണ്ണയും പകുതി കടുകെണ്ണയും കൂടെ ആട്ടോ ഇത് എടുത്തത്. എന്നിട്ട് നമ്മളത് ഇത് നാട്ടിൽ നിന്ന് കുപ്പിയിലാക്കി കൊണ്ടുവന്നതാ. എന്നിട്ടത് ഇപ്പം ഇവിടെ വന്നപ്പോൾ കടുക് പൊട്ടിച്ചെടുത്തു. നല്ല സാധനം കേട്ടോ. ഈ പ്രമേഹക്കാർക്കൊക്കെ കഴിക്കാൻ സൂപ്പറാണ് ഇത്. ഒരു കഞ്ഞിയുടെ കൂടത്തിലോ ചോറിൻ്റെ കൂടത്തിലോ ഒരു ഇച്ചിരി ഇട്ടിട്ട് നല്ല രസം. ഓക്കെ, അടിപൊളി. താങ്ക് യു അമ്മാച്ചി.